കോതമംഗലം ഭൂതത്താൻകെട്ടിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ഓടിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധു കാടിറങ്ങി. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്തിയത്. ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നും പരുക്കുകളില്ലെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് നമ്മളൊരു 5 മണി തൊട്ട് തുടങ്ങിയാണ്. അപ്പോൾ പിന്നെ ഫുൾ നൈറ്റ് സെർച്ചിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഇനിയും ആൾ ഹെൽത്തിയാണ്. തിരിച്ച് എലിഫൻ്റ് വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. നമ്മളൊരു 80 പേരുടെ ഒരു ടീമാണ് ഇപ്പം ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത്. ആന ഓണേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. ഷൂട്ടിംഗ് തീരുന്ന സമയത്താണ് ആന വിരണ്ടോടിയതെന്നും ക്രൂ മുഴുവൻ ഭയന്നോടിയെന്നും ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോൺ പറഞ്ഞു. 5 ആന ഉണ്ടായിരുന്നു. അത് 5 ഇങ്ങനെ ലൈനായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നായിരുന്നു സാധു. അതിൻ്റെ ബാക്കിൽ നിന്ന് ആന അതിനെ കുത്തി. പക്ഷേ അത് കുത്ത് കണ്ടിട്ടും വീണ്ടും തിരിച്ചു വന്നൊരു പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്ത് പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുത്തായിരുന്നു. അതിലാണ് ഇറങ്ങി ഓടിയത്. അതിൽ നമ്മൾ ആളുകളെല്ലാവരും നമ്മൾ എല്ലാവരും സ്കാറ്റേഡായി പല സ്ഥലത്തേക്ക് പോയി. ഇത് ലാസ്റ്റ് ഷോട്ട് റീടേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടായത്. ഇന്നലെ മറ്റൊരാനയുമായുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് പുതുപ്പള്ളി സാധു വനത്തിലേക്ക് ഓടിക്കയറിയത്. ഭൂതത്താൻകെട്ടിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി YS അഭിനന്ദ് തത്സമയം. അഭിനന്ദ്, ഏതായാലും പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ തരത്തിലായിരുന്നു ഇന്നലെ നമുക്ക് കുറച്ച് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. ഇന്നിപ്പോൾ ആന പൂർണ്ണ ആരോഗ്യവാനാണ്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ അവനെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കോതമംഗലത്തെ കാടുകളിൽ നിന്നും പുതുപ്പള്ളി സാധു സ്വന്തം നാടായ പുതുപ്പള്ളിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട തെരച്ചിലിൽ ഒരു തരത്തിലുള്ള നടപടിയും ആയില്ല. ഇന്ന് രാവിലെ 6:30 പ്രത്യേക RRT സംഘമടക്കം ഇവിടെ എത്തി അന്വേഷിച്ചപ്പോഴാണ് ഉൾവനത്തിലാണെന്ന് മനസ്സിലാക്കിയത്. ഉൾവനത്തിൽ അനുസരിച്ച് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി വനം വകുപ്പ് അടക്കം കൃത്യമായ രീതിയിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കി കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഏതാണ്ട് ഒരു 8:45 ആയപ്പോൾ തന്നെ വനം വകുപ്പിന് കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നു. അതൊരു വാച്ചറാണ് ഈ വിവരം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിലാണ് പൂർണ്ണ ആരോഗ്യവാനായി യാതൊരു പരിക്കുമില്ലാതെ പുതുപ്പള്ളി സാധു അവിടെ നിൽക്കുന്നത് കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ഒരു പരിക്കോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇതും ഉണ്ടാകുന്നില്ല. ഇന്നലെ വൈകിട്ട് 5 മണിക്കോടുകൂടിയായിരുന്നു ഈ പുതുപ്പള്ളി സാധു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വിജയ് ദേവരക്കൊണ്ട നായകനായ തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പുതുപ്പള്ളി സാധു അവസാനത്തെ റീടേക്കിൽ മറ്റൊരാനയുമായി കൊമ്പ് കോർത്ത് കാടിനുള്ളിലേക്ക് കയറി പോകുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്ന് ആർക്കും ഒരു തരത്തിലുള്ള പരിക്കും ഉണ്ടായില്ല. പക്ഷെ അവിടെ നിന്ന് ആളുകളെല്ലാം ഭയന്നു. അതിന്റെ അല്പസമയം മുമ്പ് ഛായാഗ്രഹനായിട്ടുള്ള ജോമോൻ ടി ജോൺ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ലാതെ പോയി. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഭയമുണ്ടായി. എന്തായാലും ഇപ്പോൾ പുതുപ്പള്ളി സാധു സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു സന്തോഷ വാർത്ത. പുതുപ്പള്ളി സാധുവിനെ നാട്ടിലെത്തിക്കുമ്പോൾ അതിൽ സാധുവിനെ കണ്ടെത്താൻ പ്രദേശവാസികളായ ഫോറസ്റ്റ് വാച്ചർമാരുടെ ഇടപെടൽ കൂടി നിർണായകമായിട്ടുണ്ട് എന്ന വിവരവുമുണ്ട്.